ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീം ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരമാണ് കേട്ടോ. അത് ഉള്ളിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറും പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സ്കൂപ്പ് ഐസ്ക്രീം എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പം ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്ത് കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കാം കേട്ടോ. നമുക്കിതുപോലെ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേറ്റിനകത്തൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ഐസ്ക്രീം വേണോ അതനുസരിച്ച് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസ്ക്രീം നന്നായിട്ട് തന്നെ ഫ്രീസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം ആയിരിക്കണം, എങ്കിലാണ് നമുക്ക് കയ്യിലൊക്കെ ഇതുപോലെ അങ്ങ് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ നേരം ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഐസ്ക്രീം ഫ്രീസറിനകത്തല്ല വയ്ക്കുക, അതേപോലെ തന്നെയാണ്, അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസുകളാക്കി നല്ല നമ്മുടെ കയ്യിൽ അത് പിടിക്കാൻ പറ്റുന്ന ഒരു എന്താ ഇച്ചിരി തണുപ്പുണ്ടാവും, എങ്കിലും അതൊന്ന് നമുക്ക് ശരിക്കും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ബോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മണിക്കൂറും കൂടെ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമുക്ക് നല്ലൊരു ഒത്തിരി കട്ടിയോ അല്ല ഒത്തിരി ലൂസ് അല്ലാത്തൊരു ബാറ്ററായിട്ട് എടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു പരുവാണ്. ഒത്തിരി വാട്ടറിയോ അല്ല ഒത്തിരി ഒന്ന് ടൈറ്റ് ആയിട്ടോ അല്ല ഇരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ കോൺഫ്ലേക്സ് ഒന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി ഒന്ന് എടുത്താൽ മതിയാവും. അപ്പം ഞാൻ കൈ വെച്ചിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ഞെരടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ ആവാതെ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. എങ്കിലാണ് പുറമേയൊക്കെ നല്ലൊരു കോട്ടിങ് വരത്തുള്ളൂ. അപ്പം ഇനി ഞാൻ ഫ്രീസറിനകത്തുനിന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് മെൽറ്റായിട്ടാണ് നമ്മൾ ഇട്ട സമയത്ത് ഇച്ചിരി മെൽറ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് വരത്തക്ക രീതിയിൽ ഞാനിതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ അല്ലാതെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്കും ചിലപ്പം അടിയിൽ കുറച്ചങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ ബോൾ എടുക്കുക. നമ്മുടെ ബാറ്ററിനകത്ത് ആ ഒരു മൈദയുടെ ബാറ്ററിനകത്ത് ഒന്ന് മുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ മുങ്ങും, എന്താ പറയുക പറ്റിപ്പിടിച്ചിരിക്കും, അല്ലാതെ അതിങ്ങനെ ഒഴുകിയിരിക്കുമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഐസ്ക്രീം അല്ലേ അത് പെട്ടെന്ന് മെൽറ്റായി പോവില്ലേന്ന് അങ്ങനെ പെട്ടെന്നൊന്നും മെൽറ്റായി പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സിനകത്തും കോൺഫ്ലേക്സിൻ്റെ ആ മിക്സിനകത്തും ഒന്ന് പുരട്ടിയെടുക്കുക. എത്രത്തോളം നല്ല കോട്ടിങ് കിട്ടുന്നോ അത്രത്തോളം നമുക്ക് നല്ലൊരു കവറിങ് കിട്ടും കേട്ടോ. എങ്കിലാണ് നമുക്ക് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് നല്ലൊരു കോട്ടിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ വെച്ചിരിക്കുന്ന പ്ലേറ്റിനകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വെച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഐസ്ക്രീമിൻ്റെ ബോൾസും കൂടെ ഇതുപോലെ ബാറ്ററിൽ മുക്കി ആ കോൺഫ്ലേക്സിനകത്തൊന്ന് പുരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു കോൺഫ്ലേക്സിലൊക്കെ മുക്കിയിട്ടുള്ള ഈ ബോൾസും റെഡിയാണ്. ഇതും നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറും ഫ്രീസറിനകത്ത് തന്നെ വെക്കണം. എല്ലാം ഫ്രീസറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് തന്നെ നല്ല എന്താ പറയുക നല്ല ഫ്രീസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ്. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവുമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനുണ്ട്. ഇതിനെയാണ് ഐസ്ക്രീം ഫ്രൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അകക്കെ ശരിക്കും ഐസ്ക്രീമിൻ്റെ ആ ടെക്സ്ചറും പുറമേ നല്ല തണുപ്പും നല്ലൊരു കോട്ടിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അകമാണ് കേട്ടോ തണുപ്പ്, പുറമേ ആ ഒരു ചൂടൊക്കെ ഉണ്ട് നമ്മൾ ആ വറുത്തെടുക്കുന്നതിൻ്റെ. അപ്പോൾ ഇനി വറുത്തെടുക്കുന്ന കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കണം. അതിനുശേഷം ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഒരു 12 സെക്കൻഡ് അത്രയും മതിയാവും. ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒത്തിരി നേരം നിങ്ങൾ ഇതിനകത്തിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാലത്തെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീം പതുക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും. അന്നേരം ഈ എണ്ണ പൊട്ടിത്തെറിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 12 സെക്കൻഡ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് അല്പം കോൺഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വറുത്തിടുന്നത് കേട്ടോ. അങ്ങനെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്രസൻറ്റേഷന് വേണ്ടി അങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ ഐസ്ക്രീം അങ്ങനെ ഒഴുകി എണ്ണയിൽ പോകാൻ തുടങ്ങുകയാണ് എന്നതിൻ്റെ ലക്ഷണമാണ് എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കണം ഇച്ചിരി കൂടുതൽ നേരമാണ് അതിനകത്ത് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഉള്ളൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, ഐസ്ക്രീമിൻ്റെ അകം പ്രത്യേകിച്ചൊന്നുമില്ല, ഐസ്ക്രീം പോലെ തന്നെയാണ്. പക്ഷെ പുറമത്തെ ആ ഒരു കോട്ടിങ്ങും അത് നല്ല ചൂടോടുകൂടെ കഴിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഐസ്ക്രീം എപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഇടയ്ക്ക് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ 2 മണിക്കൂർ ഒരു പ്രാവശ്യം വെക്കണം. പിന്നത്തെ അടുത്ത കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് 2 മണിക്കൂർ വെക്കണം. അതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അത് വെർത്താണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് ട്രൈ ചെയ്യണത്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് പുറത്ത് ഹോട്ടലിലൊക്കെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മധുരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഒരു തണുപ്പൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.